ഇന്നത്തെ സ്പെഷ്യലായിട്ട് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ വീട്ടിൽ കുറച്ച് വഴുതനങ്ങ പിടിച്ച് കിടക്കുന്നത് കണ്ടത്. അങ്ങനെ പിന്നെ അത് പെട്ടെന്ന് പൊട്ടിച്ചെടുത്ത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം അങ്ങോട്ട് റെഡിയാക്കി വെച്ചു. സോറി, പച്ചമുളകല്ല കേട്ടോ, നമ്മുടെ വീട്ടിലെ സ്വന്തം കാന്താരിയാണ് കേട്ടോ പൊട്ടിച്ചെടുത്തത്. അപ്പോൾ അതൊരു വെറൈറ്റി ആയിട്ട് ചെയ്താലോ എന്ന് ഓർത്താണ് നമ്മളിങ്ങനെ 4 വശവും വരഞ്ഞു കൊടുത്തു. ഒരു തക്കാളിയും കിടപ്പുണ്ടായിരുന്നു, പിന്നെ അതിനെയും വിട്ടില്ല, അതിനെയും കൂടെ അങ്ങോട്ട് എടുത്തേച്ച് എന്നിട്ട് എല്ലാത്തിനകത്തോട്ടും ഓരോ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ട് കുത്തി കയറ്റി വെച്ചിട്ട് ഇങ്ങനെ എണ്ണ എടുത്ത് അങ്ങോട്ടൊന്ന് തടവി കൊടുത്തു. പിന്നെ നമ്മുടെ തീ അങ്ങോട്ട് പിടിപ്പിച്ച് അതിനെ അങ്ങോട്ട് ചുട്ടെടുക്കാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. എന്തെങ്കിലും ചെയ്യുമ്പോൾ വെറൈറ്റി ആയിട്ട് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത്, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ പിന്നെ തക്കാളിയും വഴുതനങ്ങയും എല്ലാം കൂടെ അങ്ങോട്ട് ചുട്ടെടുത്തത് ഈ പരുവത്തിലാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും സംഭവം വിചാരിച്ച പോലെ എല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. തീ നന്നായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അതായത് നല്ല ഇരുട്ടായിട്ടുള്ള സമയമായിരുന്നു നമ്മൾ ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തെങ്കിലും കറി വെക്കുമ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ചുട്ടെടുത്ത സംഭവം എല്ലാം കൂടെ അങ്ങോട്ട് കത്തി വെച്ച് കുത്തി പൊടിച്ചൊക്കെ എടുത്ത് ഈ ഒരു പരുവത്തിലോട്ടൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കാന്താരിയും എല്ലാം അങ്ങോട്ട് അരിഞ്ഞെടുക്കുകയും ചെയ്തിട്ട് ഇതേ പാത്രവും വെച്ച് ആ സംഭവം എല്ലാം കൂടെ അതിനകത്തോട്ട് തട്ടിയേ. എന്നിട്ട് വേണം നമ്മുടെ മെയിൻ ഐറ്റത്തിന് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അതേ സവാള എല്ലാം കൂടെ അങ്ങോട്ട് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ തൂക്കി കൊടുത്തേ പെട്ടെന്ന് വഴണ്ടി കിട്ടണമല്ലോ. അപ്പോൾ അത് പെട്ടെന്ന് വഴണ്ടി വന്നപ്പോൾ തന്നെ നമ്മൾ ആ ചുട്ട് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ വഴുതനങ്ങയും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്യുവാണ്. എന്തായാലും സംഭവം പൊളിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നമ്മുടെ മസാലക്കൂട്ടുകളെല്ലാം അങ്ങോട്ട് തൂക്കിക്കൊടുക്കാം. അതായത് നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരുന്ന നമ്മുടെ സ്പെഷ്യൽ കൂട്ട്, തുള്ളി വെളിച്ചെണ്ണ, ഇത്രയും സാധനം ഇട്ടപ്പോൾ തന്നെ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ. കണ്ടപ്പോൾ തന്നെ വായിൽ വെള്ളം ഊർന്നുണ്ട്. ഇറച്ചിക്കറി തോറ്റു, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു സംഭവത്തിന്. എന്തായാലും ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ട്രൈ ചെയ്തോ, പൊളി ഐറ്റമാണ്.